കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഈ മീൻ നമുക്കൊന്ന് വെട്ടി കഴിവ് വൃത്തിയാക്കി എടുക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പേരെന്തുണ്ട്, കണ്ണനയില. കണ്ണനയില എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ മീനാണ് നമ്മളിന്ന് വെട്ടി കഴുകി കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ കണ്ണ് വലുതായ കാരണം കൊണ്ടാണ് കണ്ണനയിലെന്ന് പറയുന്നത്. അപ്പം നമുക്കിതൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കിയാലോ. നമുക്ക് കുറച്ച് ഉപ്പെടുക്കാം. നമ്മൾ വെട്ടിയിട്ട് കഴുകിയെടുക്കാൻ, തേച്ചരച്ച് കഴുകിയെടുക്കാനാണ് ഈ ഉപ്പ്. ഈ ഉപ്പിട്ട് ഇങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ വേഗം അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പം നമുക്കൊരു മീനെടുക്കാം. മീനെടുത്തിട്ട് ഇതാദ്യം ഇങ്ങനെ വെട്ടിക്കളയാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലുള്ള മുള്ള് ഇങ്ങനെ വെട്ടാം. ഇതിങ്ങനെ കത്തി ഉണ്ടോന്ന് ചിരണ്ടി കൊടുത്താൽ മതി കേട്ടോ. ഈ സൈഡിലുള്ളതൊക്കെ പോയി കിട്ടും. ഉണ്ടോ, നന്നായിട്ട് ചിരണ്ടി അഴുക്ക് കളയാം. ഈ സൈഡിലുള്ളത് ഇങ്ങനെ കളയാം. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഈ സൈഡിലുള്ളത് കളയാം. അതെ, ഇത് നല്ല കട്ടിയുള്ള മുള്ളാണ് കേട്ടോ. ഇതിങ്ങനെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒന്ന് ചിരണ്ടിയാൽ മതി. വാലിതേ കത്തി കൊണ്ടാകും എളുപ്പമാണ്. ഇത് നല്ല മുറിച്ചുള്ള കത്തിയാണ്, പുതിയ കത്തിയാണിത്. ഇത് വെട്ടിയെടുക്കാം. എന്നിട്ട് ഇതേ ചകള ഇങ്ങനെ മുറിച്ച് കളയാം. ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. കുടലിങ്ങനെ വലിച്ചെടുക്കുക. കുടൽ കിട്ടിയതില്ലെന്നെങ്കിൽ ഇതിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് ആ കുടലെടുത്ത് കളയാം. ഇത് വലിയ അഴുക്കുള്ള മീനല്ല ഇത്. കണ്ണ് നമുക്ക് വേണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് കളയാം. കണ്ണ് കേട്ടോ, കണ്ണ് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി ഇടാം. നമ്മളതെല്ലാം നന്നാക്കി ഇട്ടു. ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് മുള്ളൊക്കെ ഇങ്ങനെ വെട്ടാം. ഇവിടെ വരെ വെട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുത്താൽ മതി. ഇവിടെ ക്ലീൻ ആവും. എന്നിട്ട് ഈ സൈഡിലത്തെ അതുകൊണ്ട് കളയാം. ഈ സൈഡിലത്തെ ഞങ്ങൾ കളയാം. ഇതങ്ങോട്ട് വെട്ടിക്കളയാം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇവിടെ ഒരു നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. അത് ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് വേണം വെട്ടാൻ. ഇതെങ്ങനെ ചുരണ്ടിയാൽ മതി. ഈ സൈഡൊക്കെ ഇങ്ങനെ ചുരണ്ടി കളഞ്ഞാൽ മതി. വെട്ടാൻ മാതിരിയൊന്നുമില്ല, ചെറുതൊക്കെയാണ് അത്. ഈ മുള്ള് നമുക്ക് വെട്ടാം. ഇങ്ങനെയോ അതെങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കളയാം കേട്ടോ. കൈ മുറിയാണ്ട് സൂക്ഷിച്ച് ചെയ്യാം. ഇത് ചകള നമുക്കതിനെ എടുക്കാം. ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതെടുത്ത് കളയാം. എന്നിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം. ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ വിരലുണ്ടോ, ഈ വിരലൊന്ന് തള്ളി പിടിച്ചാൽ ഈ അഴുക്കൊക്കെ അങ്ങോട്ട് വരും. എന്നിട്ട് നമുക്കിത് ഈ കണ്ണൊക്കെ എടുത്താൽ കളയാം. ഞാൻ കണ്ണെടുക്കാറില്ല, എനിക്കിഷ്ടമല്ല എൻ്റെ കണ്ണിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു സുഖമല്ല കാണാനായിട്ട്. കണ്ണിഷ്ടമുള്ളവർക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് തേച്ചെടുക്കാം. ഈ ചട്ടിയിലേക്ക് ഇടാം. ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തേച്ചരച്ച് കഴിക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ചരക്കുക. ഒരു 2 പ്രാവശ്യം ഇങ്ങനെ തേച്ചരച്ചിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. നമുക്ക് നമ്മൾ കണ്ണനയിലെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഉപ്പിട്ടൊക്കെ തേച്ച് കഴിയും. ഉപ്പിട്ട് 2 പ്രാവശ്യം നമ്മൾ തേച്ച് കഴിയാൽ മതി. 3-4 വെള്ളത്തിൽ നമ്മൾ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമുക്ക് കറി വയ്ക്കാനാണെങ്കിൽ ഒരു 3 കഷ്ണം ആക്കാം. അല്ല നമ്മൾ വറുക്കാനാണെങ്കിൽ ഒരു 2 കഷ്ണം ആക്കിയിട്ട് നമുക്ക് വറുക്കാം. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ കഷ്ണങ്ങളാക്കാം. അപ്പം ഈ നമ്മൾ അയില പോലെ ഒന്നും അല്ല ഇത്. ഇതൊന്നും കൂടി ഒരു നല്ല മുറുക്കമുള്ളൊരു മീനാണ്. ഇത് അയില പോലെ അല്ല. അയില നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇതങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മീനല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ.